ശ്രീ രമേശ് ചെന്നിത്തല, ഈ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലെ BJPയുടെ വോട്ടിൻ്റെ വളർച്ച വലിയധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു വിഷയമാണ്. അതിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ വഹിച്ച പങ്കിനെക്കുറിച്ച് പലതരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നു. നവോത്ഥാന സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും വെള്ളാപ്പള്ളി നടേശൻ ഒഴിയണം എന്നൊരു അഭിപ്രായം ഇപ്പോൾ CPM-ലെ ഒരു വിഭാഗം നേതാക്കളിലും അണികളിലുമുണ്ട്. എന്നാൽ ആലപ്പുഴയിലെ പ്രാദേശിക നേതാക്കൾ അങ്ങനെ കരുതുന്നതുമില്ല. H. സലാമും സുധാകരനും അടക്കമുള്ളവർ, PP ചിത്രരഞ്ജനും അടക്കമുള്ളവർ വെള്ളാപ്പള്ളി നടേശന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഈ മുസ്ലിം വിരോധം അല്ലെങ്കിൽ ഇസ്ലാമോഫോബിയെ പടർത്തുന്നുണ്ട് വെള്ളാപ്പള്ളി നടേശൻ എന്നതാണ് ആരോപണം. അതിലിപ്പോൾ ലീഗ് അടക്കമുള്ള നേതാക്കൾ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തലയുടെ ടേക്ക് എന്താണ്? ഈ നവോത്ഥാന സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തിന് ഈ വെള്ളാപ്പള്ളി നടേശൻ തുടരണമെന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? താങ്കളുടെ മണ്ഡലത്തിലടക്കം BJP വളർച്ച നേടിയൊരു സാഹചര്യത്തിലാണ്. BJPയുടെ വളർച്ചയ്ക്ക് വെള്ളാപ്പള്ളി നടേശൻ ഒരു പാലമാണ് എന്നതാണ് ഒരു വിഭാഗം ആളുകളുടെ നിരീക്ഷണം. വാസ്തവത്തിൽ ആലപ്പുഴ ഉൾപ്പെടെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും BJPയുടെ വോട്ട് വളർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് ഞങ്ങൾ ഗൗരവത്തോടെ കാണുന്നു. അത് ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിൽ നിന്ന് മാത്രം വോട്ട് പോയതല്ല. എല്ലാ സമുദായങ്ങളിൽ നിന്നും സമൂഹങ്ങളിൽ നിന്നും വോട്ടുകൾ BJPക്ക് പോയിട്ടുണ്ട്. അതെന്താണ് എന്ന് പരിശോധിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. തന്നെയുമല്ല, മാധ്യമങ്ങൾ ഉണ്ടാക്കിയൊരു പ്രചരണം 400 സീറ്റിൽ BJP വരാൻ പോകുന്നു, തെരഞ്ഞെടുപ്പിൽ വെറുതെ ഇവരൊക്കെ മത്സരിക്കുകയാണ് എന്നൊരു പ്രചരണം വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പം അത്തരം പല കാരണങ്ങൾ ഉണ്ട്. ഞങ്ങളത് പരിശോധിക്കുകയാണ്. BJPയുടെ ഈ മുന്നേറ്റത്തെ തടഞ്ഞു നിർത്താൻ കഴിയുന്ന ഏക കക്ഷി UDF ആണ്. LDFന് അത് കഴിയില്ല എന്നിപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. LDFൻ്റെ വോട്ടുകൾ കുത്തനെയാണ് മാറി. എൻ്റെ മണ്ഡലത്തിൽ വാസ്തവത്തിൽ CPM-ഉം കോൺഗ്രസും തുല്യ ശക്തികളാണ്. ഈ മണ്ഡലത്തിൽ 3-ാം സ്ഥാനത്തേക്ക് പോയി CPM, കായംകുളത്ത് 3-ാം സ്ഥാനത്തേക്ക് പോയി. അമ്പലപ്പുഴയിൽ 2-ാം സ്ഥാനവും 3-ാം സ്ഥാനവും തമ്മിലുള്ള വ്യത്യാസം 100-150 വോട്ടുകൾക്കാണ്. അപ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും BJPക്ക് ആലപ്പുഴ ജില്ലയിൽ വോട്ട് വർധന ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ്. അത് പരിശോധിച്ചുകൊണ്ട് എവിടെയാണ് പാളിച്ച ഉണ്ടായത് എന്ന് പരിശോധിച്ച് തിരുത്താനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നവോത്ഥാന സമിതിയുടെ അധ്യക്ഷ സ്ഥാനം ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഒഴിയണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് ഗവൺമെൻറ് തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിനകത്ത് ഞാൻ അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് അന്ന് മുതൽ ഈ നവോത്ഥാന സമിതിയോട് യോജിപ്പില്ലാത്തവരാണ്. പിന്നെ അതുകൊണ്ട് അദ്ദേഹം ഒഴിയണോ വേണ്ടയോ എന്നുള്ളത് അദ്ദേഹവും ഗവൺമെൻറ്റുമാണ് തീരുമാനിക്കുന്നത്.